ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 5 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് കിം AJ3യെ കിസ് ചെയ്യാൻ പോകുന്നതായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കിം ആദ്യം അവൻക്ക് റേ കൊടുത്ത ഗിഫ്റ്റ്സ് എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് കിം അവൻ്റെ അമ്മ കൊടുത്ത മാല അവന് ഊരി ഒരു പെട്ടിയിലാക്കുന്നുണ്ട്. കാരണം അത് റേക്ക് കൊടുക്കാനായിരുന്നു അവൻ്റെ ആഗ്രഹം. കിം ജിയെ കിസ് ചെയ്യാൻ വന്ന കണ്ട സയൻറ്റിസ്റ്റിന് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട് കിമ്മിനോട്. കിം എങ്ങനെയാണ് അങ്ങനെ ചെയ്യുക എന്നെല്ലാം സയൻറ്റിസ്റ്റ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ടും കിം കിസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരുന്ന ദേഷ്യത്തിൽ സയൻറ്റിസ്റ്റ് അവിടെ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് സീനിയർ സയൻറ്റിസ്റ്റുകളോട് പറയുന്നുണ്ട്, വേഗം AJ3യെ പോയി വിളിച്ചു കൊണ്ടുവരും. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതിന് കിമ്മും AJ3യും കൂടി ഇവിടെയില്ല, അവർ പുറത്തേക്ക് പോയതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് സയൻറ്റിസ്റ്റിന്. കിമ്മും AJ3യും കൂടി റേയെ കാണാനായിരുന്നു വന്നത്. കിമ്മിൻ്റെ കൂടെ AJ3 പോയത് ഇഷ്ടപ്പെടാതെ അവിടേക്ക് സയൻറ്റിസ്റ്റും അവരുടെ ലൊക്കേഷനെല്ലാം നോക്കി പോകുന്നുണ്ട്. റേ വന്നപ്പോൾ റേ 15 വർഷങ്ങൾക്ക് മുമ്പേ കിമ്മിന് ഗിഫ്റ്റായി കൊടുത്ത കപ്പിലായിരുന്നു റേക്ക് കിം കോഫി കൊടുത്തിരുന്നത്. കിം റേയോട് പറയുന്നുണ്ട്, നീ എനിക്ക് 15 വർഷങ്ങൾക്ക് മുമ്പേ തന്ന വലിയൊരു ഗിഫ്റ്റാണിത് എന്നെല്ലാം പറയുമ്പോൾ റേ അതെല്ലാം കേട്ട് നെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ തന്നതോ? അപ്പോൾ കിം സന്തോഷത്തോടെ പറയുന്നുണ്ട്, ആ നീ തന്നതാണെന്ന്. പക്ഷേ റേ പറയുന്നുണ്ട്, എനിക്ക് ഇതൊന്നും യാതൊരു ഓർമ്മയുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ കിമ്മിന് സങ്കടം വരുന്നുണ്ട്. റേ കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെയും എൻ്റെയും വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചല്ലോ, ഇനി നമ്മൾക്ക് എന്താണ് പ്ലാൻ? നിനക്കിപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കാം, എന്താണ് നിൻ്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ കിം പറയുന്നുണ്ട്, എനിക്ക് വിവാഹം കഴിക്കാനും ഡേറ്റ് ചെയ്യാനും ഒന്നും യാതൊരു താല്പര്യവുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം റേക്ക് കിം ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആ ഗിഫ്റ്റായിരുന്നു കിം AJ3യോട് പറഞ്ഞിരുന്നത്, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് ഇത് കൊടുത്തിട്ടായിരിക്കും പ്രപ്പോസ് ചെയ്യുക എന്ന്. പക്ഷേ അത് കണ്ട് റേ വിചാരിക്കുന്നുണ്ട്, നീ ഇതെല്ലാം തന്ന് എന്നെ ഒഴിവാക്കാനാണോ പ്ലാൻ? എന്നാലും ശരി, എനിക്ക് ഇനി നിൻ്റെ കൂടെ യാതൊരു ബന്ധത്തിനും താല്പര്യമില്ല എന്നെല്ലാം പറഞ്ഞ് ആ ഗിഫ്റ്റെല്ലാം തുറന്നു നോക്കിയതിന് ശേഷം അവൾ ഇതെല്ലാം എനിക്ക് വേണ്ട എന്ന് കിമ്മിൻ്റെ മുഖം നോക്കി പറയുന്നുണ്ട്. എന്നിട്ട് കിമ്മിന് കൈ കൊടുത്ത് പോകാൻ നോക്കുമ്പോൾ കിം കൈ കൊടുക്കുന്നുണ്ട്. കിമ്മിന് അറിയാം കൈ കൊടുത്തു കഴിഞ്ഞാൽ അവന് അലർജിറ്റിക് ആകുമെന്ന്. എന്നാലും അവൻ കൈയെല്ലാം കൊടുക്കുന്നുണ്ട്. റേ പോയതിന് ശേഷം കിം സിറിഞ്ച് എടുത്ത് കയ്യിൽ കുത്തുന്നുണ്ട്. അപ്പോൾ അവന് കുറച്ചെങ്കിലും ആശ്വാസമാകുന്നുമുണ്ട്. കിം ആ മാലയെടുത്ത് വലിച്ചെറിയാൻ പോകുന്നുണ്ട്. അപ്പോൾ റോബോട്ട് വന്ന് അവനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എറിയുന്നത്? നിങ്ങളുടെ അമ്മയുടെ മാലയല്ലേ എന്നെല്ലാം പറയുമ്പോൾ അവന് അതൊന്നും പറ്റാതെ നിൽക്കുകയാണ്. അവൻ റോബോട്ടിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ഇരുന്നതിന് ശേഷം അവൻ അവളോട് പറയുന്നുണ്ട്, എനിക്ക് ഈ ലോകത്തിൽ ആദ്യം ഏറ്റവും ഇഷ്ടം റേ ആയിരുന്നു. എനിക്ക് സ്നേഹിക്കാനായി അവൾ മാത്രമുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, അത് നീയാണ്. അത് ഞാൻ അവൾക്ക് കൊടുത്തത് ഇനി എൻ്റെ ജീവിതത്തിൽ അവളല്ലാതെ വേറെ ഒരു പെണ്ണ് വരില്ല എന്ന് കരുതിയാണ്. അതുമല്ല, എനിക്ക് വിവാഹം കഴിച്ചാൽ ഞാൻ ഉടനെ തന്നെ മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാമാണ് കിം റോബോട്ടിനോട് പറയുന്നത്. അപ്പോൾ റോബോട്ട് പറയുന്നുണ്ട്, അതെല്ലാം വെറുതെ വിചാരിക്കുന്നതാണ്. അവൾ പോയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറെ ഒരാൾ വരും എന്നെല്ലാം പറഞ്ഞ് അവനെ ആശ്വാസപ്പെടുത്തുന്നുണ്ട് ജിയ. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി പോകുമ്പോഴാണ് അവിടുത്തെ ഗാർഡനിൽ പണിയെടുക്കുന്ന ആളെ തട്ടി കിം വികുന്നത്. അത് കണ്ട്
ഉടനെ ആ ഗാർഡനിൽ പണിയെടുക്കുന്ന ആൾ ഓടി വന്ന് കിമ്മിനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്, അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് അവന് ഒരുപാട് പേടിയാകുന്നുണ്ട്. കാരണം ആരെങ്കിലും തൊട്ടാൽ അവന് അതിവേഗം അലർജറ്റിക് ആവുമെന്ന് പേടിച്ചായിരുന്നു അവൻ ഭയന്നിരുന്നത്. എന്നിട്ട് കിം അയാളെ തട്ടിമാറ്റുകയാണ്. വാച്ചിലേക്ക് നോക്കുന്ന കിമ്മിന് അത്ഭുതമാണ് തോന്നുന്നത്. കാരണം അവന് അലർജറ്റിക് ആണ് എന്ന് അതിൽ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അവൻ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം അവൻ ഈ രോഗം വന്നതിന് ശേഷം ഏത് മനുഷ്യനെ തട്ടിയാലും അവന് മേലാകെ റാഷസ് എല്ലാം വന്നി അലർജറ്റിക് ആവുന്നതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആവാത്തതെന്ന് അവൻ ഒരു പിടുത്തവുമില്ല. അവന് അത്ഭുതമാകുന്നുണ്ട്, അതിലേറെ സന്തോഷവുമാകുന്നുണ്ട്. എന്നാൽ അവൻ ഒട്ടും സന്തോഷിക്കുന്നുമില്ല. എന്താണ് ഒന്നും അവന് അറിയുന്നില്ല. അവൻ നേരെ പോയി അയാളെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഇതുവരെ ആര് തൊട്ടാലും അലർജറ്റിക് ആകുന്ന കിമ്മിന് അയാൾ തൊട്ടപ്പോൾ ഒന്നും സംഭവിച്ചില്ല. കിം അയാളെ കെട്ടിപ്പിടിക്കുമ്പോൾ അയാൾ ഭയന്ന് വിടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കിമ്മും ജിയയും നേരെ വന്നത് ഒരു ടൗണിലേക്കായിരുന്നു. അവിടെയുള്ള ആളുകൾ കിമ്മിൻ്റെ മേൽ തട്ടുമ്പോൾ കിം ഒട്ടും അലർജറ്റിക് ആവുന്നില്ല. അവൻ ജിയയുടെ കൂടെ നേരെ പർച്ചേസിനാണ് പോകുന്നത്. പിന്നെ അവൻ അവിടെ നിന്ന് ക്യാപ്പെല്ലാം വാങ്ങി അവർ രണ്ടുപേരും കൂടി സെൽഫി എല്ലാം എടുക്കുന്നുണ്ട്. ഒരുപാട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. കിം ആദ്യമായിട്ടായിരുന്നു ഇതെല്ലാം. അതിനിടയിൽ അവിടെ നിന്ന് ഏജ് 3 ജിയയെ കാണാതാവുകയാണ്. അവൻ ഒരുപാട് ടെൻഷനായി ജിയയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവന് വീണ്ടും അലർജി വരുന്നതായി അവന് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരിടത്ത് വെച്ച് ജിയയെ കാണുന്നുണ്ട്. പക്ഷേ ജിയ അവനെ കാണുന്നില്ല. കിം മാത്രമാണ് ജിയയെ കാണുന്നത്. അങ്ങനെ ജിയയെ കാണുമ്പോൾ കിമ്മിൻ്റെ അലർജിയെല്ലാം മാറി റാഷസ് എല്ലാം കുറഞ്ഞു വരികയാണ്. അവന് ആശ്വാസവുമാകുന്നുണ്ട്. അത് കഴിഞ്ഞ് ആരോ വന്ന് ജിയയെ മറിഞ്ഞതിനാൽ അവന് വീണ്ടും അലർജിയെല്ലാം തിരികെ വരുന്നുണ്ട്. വീണ്ടും ജിയയെ കണ്ടതിനാൽ അവന് വീണ്ടും അലർജി കുറയുകയാണ്. ഇതെല്ലാം കണ്ട് കിമ്മിന് കരയണോ ചിരിക്കണോ എന്ന് ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥയിലായിരുന്നു. കാരണം തൻ്റെ 15 വർഷങ്ങളായിട്ടുള്ള അസുഖം ഒരു റോബോട്ട് കാരണം മാറുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് അവന് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് കിം ഓടിപ്പോയി ജിയയെ ഹഗ് ചെയ്യുകയാണ്. എന്നിട്ട് ജിയയോട് പറയുന്നുണ്ട്, എല്ലാത്തിനും നന്ദി, എൻ്റെ ഈ രോഗത്തിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചതിലെല്ലാം നന്ദി എന്ന് പറയുന്നുണ്ട് കിം ജിയയോട്. തിരിച്ച് ജിയ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ രോഗത്തിന് മരുന്ന് എന്ന് ചോദിക്കുമ്പോൾ കിം പറയുന്നത്, നീ തന്നെയാണ് എൻ്റെ രോഗത്തിന് മരുന്ന് എന്ന് പറഞ്ഞ് കിം സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടുവന്ന സയൻറ്റിസ്റ്റ് നേരെ കിമ്മിനെ താഴെയിടുകയാണ്. എന്നിട്ട് അവനെ ഒരുപാട് വഴക്കും പറയുന്നുണ്ട്. അങ്ങനെ സയൻറ്റിസ്റ്റും കിമ്മും കൂടി റോബോട്ടിന് വേണ്ടി തല്ലുപിടിക്കുകയാണ്. അപ്പോഴാണ് ജിയ എൻ്റെ ചാർജ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓഫാകുന്നത്. വണ്ടിയിലെത്തിയതിന് ശേഷം ജിയയോട് സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, നീ ചെയ്തത് വളരെ തെറ്റാണ്, നീ എങ്ങനെയാണ് അവൻ്റെ കൂടെ പോവുക എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ സയൻറ്റിസ്റ്റ് പറയുന്നത് ഒന്നും കേൾക്കാതെ ജിയ അവിടെ കിടന്ന് ഉറക്കം നടിക്കുകയാണ്. വീട്ടിലെത്തിയ കിം നേരെ സന്തോഷപൂർവ്വം അവൻ്റെ ഡോക്ടറെ വിളിച്ചു പറയുകയാണ്. ഇതെല്ലാം കേട്ട് അത്ഭുതപ്പെട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇതെന്തൊരു മിറാക്കിളാണ്, എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല, ഒരു റോബോട്ടാണോ ഇതിൻ്റെ എല്ലാം മരുന്ന് എന്ന് ചോദിച്ച് അവർ രണ്ടുപേരും സന്തോഷിക്കുകയാണ്. സയൻറ്റിസ്റ്റ് ദേഷ്യം പിടിച്ച് ഇനി നീ റോബോട്ടാകണ്ട എന്ന് പറഞ്ഞ് അവളെ വീട്ടിലായിരുന്നു കൊണ്ടാക്കി കൊടുത്തിരുന്നത്. വീട്ടിൽ പോകാൻ പറ്റാത്ത കാരണം ജിയ ഒരു ഹോസ്റ്റലിലേക്കാണ് വരുന്നത്. അവിടെ ഇരുന്ന് യോഗ ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എന്തിന് കുളിക്കുമ്പോൾ പോലും അവൾക്ക് കിമ്മിൻ്റെ ഓർമ്മകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവൾ ഇനി എന്ത് ചെയ്യുമെന്ന് മനസ്സിലാകുന്നില്ല. അവൾ അറിയാതെ കിമ്മിനോടൊരു അല്പം ഇഷ്ടം തോന്നിയിട്ടുണ്ടാകും. സയൻറ്റിസ്റ്റ് വെയർ ഹൗസിലേക്ക് വന്ന് ജൂനിയർ സയൻറ്റിസ്റ്റിനോട് പറയുന്നുണ്ട്, ഇനി ജിയെ റോബോട്ടായി അഭിനയിപ്പിച്ച് കിമ്മിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണ്ട, അതുമല്ല ഇനി ഏജ് 3 അവന് നൽകണ്ട എന്ന് പറയുമ്പോൾ ജൂനിയർ സയൻറ്റിസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം അവൻ്റെ സ്ഥലമാണ്, അതുമല്ല ഫ്യൂച്ചറിൽ നമ്മളുടെ സാന്താ മരിയ എന്ന കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതും കിമ്മാണ്. ഇപ്പോൾ നമ്മളത് ചെയ്താൽ അവർ ഇതിനൊന്നും
സമ്മതിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ സയൻറ്റിസ്റ്റ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. പക്ഷേ ഇതൊന്നും അറിയാതെ റോബോട്ടിന് വേണ്ടി കിം പുതിയൊരു റൂമെല്ലാം ഉണ്ടാക്കി അവിടുത്തെ ഡെക്കറേഷൻസ് എല്ലാം ചെയ്യുകയാണ്. കിം ആണെങ്കിൽ അവന് റോബോട്ട് ഉണ്ടാകുന്ന ധൈര്യത്തിൽ അവൻ റേയെ വിളിച്ച് എനിക്ക് ഡേറ്റിന് പോവാൻ സമ്മതമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് റേയും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കിമ്മിനെ കാണാൻ സയൻറ്റിസ്റ്റ് വന്നിരുന്നു. എന്നിട്ട് കിമ്മിനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കൂടെ ഇനി AJ3യെ പറഞ്ഞേക്കാൻ താല്പര്യമില്ല. അത് കേട്ട് കിം ഒരുപാട് നെട്ടുന്നുണ്ട്. കിം എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ സയൻറ്റിസ്റ്റ് ഒന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ സയൻറ്റിസ്റ്റ് റോബോട്ടിനെ വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളെ പോയി കാണുന്നുണ്ട്. പക്ഷേ അവർ ആരും റോബോട്ടിനെ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും അറിയാതെ ജിയ നേരെ കിമ്മിനെ കാണാൻ പറ്റാതെ ആയപ്പോൾ നേരെ അവൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. കിമ്മിനെ ജിയെ കണ്ട സന്തോഷത്തിൽ കിം ഓടി വന്ന് ജിയെ ഹഗ് ചെയ്യുന്നുണ്ട്. കാരണം കിം ഇനി വിചാരിച്ചിരുന്നു AJ3 അവൻ്റെ വീട്ടിലേക്ക് വരില്ല എന്ന്. അങ്ങനെ കിം, നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് നന്ദി എന്നെല്ലാം അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ജിയ പറയുന്നുണ്ട്, എൻ്റെ മാസ്റ്റർ എന്നോട് നന്ദിയൊന്നും ചോദിക്കണ്ട എന്നെല്ലാം അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട്. കിം ജിയയോട് നടന്ന കാര്യമെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ജിയയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ ജൂനിയർ സയൻറ്റിസ്റ്റുകളെ ചാക്കിലാക്കാൻ വല്ല വഴിയുമുണ്ടോ? അപ്പോൾ ജിയ പറയുന്നത്, നിങ്ങൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി നൽകണം എന്നാണ് ജിയ പറയുന്നത്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് കിം ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അവർക്ക് ഫുഡ് ഉണ്ടാക്കി നൽകുന്നത്? എൻ്റെ ഫുഡിന് അവർക്ക് എന്ത് വിലയാണ് ഉണ്ടാകുക? ഞാൻ അവർക്ക് ക്യാഷ് കൊടുത്തു, എന്നിട്ട് പോലും അവർ വാങ്ങിയില്ല, എന്നിട്ടാണോ ഫുഡ് എന്നെല്ലാം അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിയ പറയുന്നുണ്ട്, മാസ്റ്റർക്ക് ഈ റോബോട്ടിനെ വേണമെങ്കിൽ മാസ്റ്റർ അതെല്ലാം ചെയ്യണം. അങ്ങനെ AJ3 പറയുന്നത് കേട്ട് കിം പറയുന്നുണ്ട്, ഞാൻ അതെല്ലാം ചെയ്തോളാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നല്ലോണം കുക്കെല്ലാം ചെയ്യുന്നുണ്ട്. അതിനിടെ കിമ്മിൻ്റെ കൈ മുറിയുമ്പോൾ ജിയ ചോദിക്കുന്നുണ്ട്, അതെല്ലാം ശ്രദ്ധിച്ചൂടെ മാസ്റ്റർ എന്ന്. അപ്പോൾ കിം പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഇതിനേക്കാളും വലുത് നീയാണ് എന്നെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് 5 ഇവിടെ കഴിയുന്നത്.